വെൽക്കം ടു ഷീലാസ് അടുക്കള. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അത് വള്ളുവനാടൻ സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏത് സദ്യയ്ക്കും വിളമ്പുന്ന ഒരു പ്രധാന ഐറ്റമാണ് പച്ചടി. പച്ചടിക്ക് വേണ്ടിയിട്ട് പൈനാപ്പിൾ വാങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് മധുരമുള്ള പൈനാപ്പിൾ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു വലിയ പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ട്. നല്ല മധുരമുള്ളതാണ്. നമുക്കിതിനെ നന്നാക്കി ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. നമുക്കിനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. പൈനാപ്പിൾ ഞാൻ നന്നാക്കിയ ശേഷം ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 500 ഗ്രാം ഉണ്ട്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ സോൾട്ട്, 1.5 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാതെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് പൈനാപ്പിൾ ഇടുകയാണ്. സോൾട്ട്, ഷുഗർ. ഇനി നമുക്ക് ചെറിയ തീയിൽ വേണം വേവിക്കാനായിട്ട്. പൈനാപ്പിൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഇടാനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള തൈര് ഒരു 3/4 കപ്പുണ്ട്, 1/2 കപ്പ് തേങ്ങ, 1.5 ടീസ്പൂൺ കടുക്. ആദ്യം നമുക്ക് തേങ്ങയും തൈരും ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. അവസാനം നമുക്ക് കടുകിട്ട് അരയ്ക്കണം. കടുകിട്ട് ഒത്തിരി അരയ്ക്കരുത്. ഇപ്പോൾ ഒരു 13 മിനിറ്റായി. കുറച്ച് വെള്ളം കൂടി ഉണ്ട്. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് അരപ്പിടാം. 15 മിനിറ്റായി. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് തേങ്ങ അരപ്പിടാം. തേങ്ങയും തൈരും കൂടി ഞാൻ നന്നായിട്ട് അരച്ച ശേഷം അവസാനമാണ് ഒന്ന് കടുകിട്ടിട്ട് അരച്ചത്. കടുക് നന്നായിട്ട് അരഞ്ഞിട്ടില്ല. അങ്ങനെ അരയ്ക്കാൻ പാടില്ല. ഒത്തിരി അരഞ്ഞു കഴിഞ്ഞാൽ അത് കയ്പും. ഇനി ഞാനിത് പൈനാപ്പിളിലേക്ക് ഒഴിക്കുവാണ്. ഈ അരപ്പ് ഇനി തിളക്കാൻ പാടില്ല. നമുക്ക് ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. അടുത്തതായി നമുക്ക് വെളിച്ചെണ്ണയിൽ ഒരു വറ്റൽമുളകും കറിവേപ്പിലയും ഫ്രൈ ചെയ്തതിനകത്തേക്ക് ഇടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 വറ്റൽമുളക് ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ വള്ളുവനാടൻ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഞാൻ വളരെ വേഗത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പച്ചടി ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻസും അറിയിക്കണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.